എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി lbscenter.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇടത് സൈഡിൽ കാണുന്ന നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ വലത് സൈഡിലായിട്ട് നമുക്ക് അപ്രൂവ്ഡ് കോളേജസിൻ്റെ ലിസ്റ്റ് ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ഗവൺമെൻറ് കോളേജസ്, സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജ്, അതേപോലെ തന്നെ NRI കോട്ട, ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി തുടങ്ങിയ വിഭാഗങ്ങളുടെ കോളേജുകളും അതിൻ്റെ സീറ്റുകളുടെ എണ്ണവും ഒക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാം. പ്രൈവറ്റും മാനേജ്മെൻറ്റ് സീറ്റുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹോം പേജിൽ തന്നെയുള്ള ലിങ്കിൽ നിന്നും 2024 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കും. ഇതിൽ സ്റ്റേറ്റ് മെറിറ്റും അതേപോലെ മറ്റ് റിസർവേഷൻ കോട്ടകളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്ര വരെ ഉള്ളതാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഹോം പേജിൽ തന്നെയുള്ള മുകളിലുള്ള ലോഗിൻ ലിങ്ക് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പരും രജിസ്റ്റർ നമ്പരും ഒന്നും അറിയത്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നവിടെ കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള മൊബൈൽ നമ്പരും ഇമെയിൽ ID യും കൊടുത്ത് റിക്കവർ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പരും രജിസ്ട്രേഷൻ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ലഭിക്കുന്നതുമാണ്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെ കാണുന്ന ലോഗിൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപ്ലൈയിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ രജിസ്ട്രേഷൻ ID യും അതിനും തൊട്ട് താഴെയായിട്ട് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. തൊട്ടടുത്ത് തന്നെ ഫോർഗോട്ട് പാസ്വേഡിനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൊക്കെ ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് അലോട്ട്മെൻറ്റ്സ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ ഓപ്ഷൻസ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് അലൈഡ് കോഴ്സുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള അവസരം പിന്നീട് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ BSc നഴ്സിംഗിൻ്റെ ഓപ്ഷനാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫിനാൻസിങ്, അതുപോലെ തന്നെ NRI കോട്ട, ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി, മറ്റു കോളേജുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് പ്രിഫറൻസ് അനുസരിച്ച് 1, 2, 3 കൊടുത്ത് ആ കോളത്തിൽ 1, 2, 3 കൊടുത്ത് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഉദാഹരണത്തിന് ഫസ്റ്റ് കോളേജിൻ്റെ നേർക്ക് നമ്മൾ 1 എന്ന് കൊടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള നെക്സ്റ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ അത് 2 ആയിട്ട് മാറും. തൊട്ടടുത്ത് തന്നെയുള്ള റിമൂവ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കൊടുത്ത ഓപ്ഷൻ അവിടെ നിന്നും റിമൂവ് ആവുകയും ചെയ്യും. ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾ 1, 2, 3 താഴോട്ട് പ്രയോറിറ്റി ക്രമത്തിൽ കൊടുത്തു പോയി സേവ് ചെയ്താൽ മതി. ഇത് മൊത്തം സേവ് ചെയ്തതിന് ശേഷം ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഓൾട്രേഷൻ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ടുന്നത്. ഇവിടെ ഞാൻ 1, 2, 3 താഴോട്ട് ക്രമത്തിൽ കൊടുത്തുപോയി പ്രയോറിറ്റി അനുസരിച്ച് കൊടുത്തുപോയതിനു ശേഷം ലാസ്റ്റ് വന്ന് സേവ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3 ക്രമത്തിൽ കൊടുത്തു വന്ന് അവസാനം സേവ് കൊടുക്കാവുന്നതാണ്. എത്ര കോളേജുകൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഓപ്ഷനായിട്ട്. ഞാനിവിടെ ഏതാണ്ട് 62 കോളേജ് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇത്രയൊന്നും കൊടുക്കണമെന്നില്ല. പ്രയോറിറ്റി അനുസരിച്ച് നല്ല കോളേജുകൾ നോക്കി സൗകര്യപ്രദമായ കുറച്ച് കോളേജുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം താഴെ വന്ന് സേവ് കൊടുക്കാവുന്നതാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ ബോക്സിൽ നമ്മൾ കൊടുത്തതെല്ലാം താഴെ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മളത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി ക്രമത്തിൽ വരുന്നത് കാണാം. അവിടെ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും എത്രയൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ വന്ന് തുടർന്ന് താഴെയായിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ പ്രിൻറ്റിൽ പ്രസ് ചെയ്ത് നമുക്കിതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്ത് വീണ്ടും ഓപ്ഷൻസ് ആഡ് ചെയ്യുകയോ ഈ റീഅറേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയും ഇതുപോലെ അവസാനം സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം ഇതുപോലെ പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരെയും ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.